ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ശരിയാകും. ഒട്ടും മടി കാണിക്കാതെ ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബും ചെയ്തോളൂ. നേരെ നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കത്തിൽ തന്നെ. എൻ്റെ പേര് മോഹൻ. ഞാനൊരു പോലീസ് ഓഫീസറാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു വിചിത്രമായ ഭയപ്പെടുത്തുന്നൊരു കേസിനെ കുറിച്ചാണ്. അരുണിൻ്റെയും ആരതിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 8 മാസങ്ങൾ കഴിഞ്ഞിരുന്നു. ജനുവരി 2020 അവർ പുതിയ വീട്ടിലേക്ക് താമസം മാറിയ നാള്. അരുൺ ഒരു IT കമ്പനിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ആരതി ആ അടുത്ത സമയത്താണ് MBA പൂർത്തിയാക്കിയത്. അവൾ ജോലിക്കായുള്ള തിരച്ചിലായിരുന്നു. അവരുടെ പുതിയ വീടാണെങ്കിലോ ഒരു പുതിയ സൊസൈറ്റിയിലായിരുന്നു. 7 നിലകളുള്ള ഒരു ചെറിയ ഫ്ലാറ്റായിരുന്നു അത്. ആ ഫ്ലാറ്റ് പുതിയതായതുകൊണ്ട് അവിടെയുള്ള ഒരുപാട് ഫ്ലാറ്റുകൾ കാലിയായിരുന്നു. ഓരോ നിലയിലും 4 വീടുകൾ വച്ചാണ് ഉണ്ടായിരുന്നത്. അരുണും ആരതിയും 6ാമത്തെ നിലയിലായിരുന്നു താമസം. ആ നിലയിൽ അവരല്ലാതെ മറ്റാരും അവിടെ അപ്പോൾ താമസമുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ അവിടെ താമസിക്കാൻ തുടങ്ങി 2 മാസങ്ങൾ കഴിഞ്ഞു. മാർച്ച് തുടക്കം. അവരുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഫ്ലാറ്റിൽ ആരോ താമസിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അരുൺ 1-2 തവണ ആ ഫ്ലാറ്റിലെ മെയിൻ ഡോർ തുറന്നു കിടക്കുന്നത് കണ്ടിരുന്നു. മെയിൻ ഡോർ വഴി അകത്തേക്ക് നോക്കിയിട്ടും ഒന്നും കാണാൻ സാധിച്ചില്ല. ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അകത്ത് മുഴുവനും ഇരുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വൈകുന്നേരം അരുൺ ആ പുതിയ ഫ്ലാറ്റിലെ ആളുകളെ പരിചയപ്പെടാൻ ആ ഫ്ലാറ്റിൻ്റെ മുന്നിലേക്ക് ചെന്നു. കോളിംഗ് ബെല്ല് അമർത്തി നോക്കി, പക്ഷേ ബെല്ലടിയുന്നില്ല. എന്തെങ്കിലും പ്രശ്നമാകുമെന്ന് കരുതി വാതിലിൽ ചെന്ന് മുട്ടി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു. അരുണിനെ ഒന്ന് നോക്കി. ഉടനെ തന്നെ ആ സ്ത്രീ വാതിൽ അതിശക്തമായി അടയ്ക്കുകയും ചെയ്തു. ആ സ്ത്രീയുടെ ആ വിചിത്രമായ സ്വഭാവം കൊണ്ട് അരുണിന് അത്ഭുതം തോന്നി. പിന്നെ കൂടുതൽ നേരം അവിടെ നിൽക്കാതെ വേഗം തിരിച്ച് അരുണിൻ്റെ ഫ്ലാറ്റിലേക്ക് തന്നെ വന്നു. അരുൺ ആരതിയോടും ഈ കാര്യം പറഞ്ഞു. ആ സ്ത്രീ വല്ലാത്തൊരു സ്ത്രീയാണ്. ഒന്ന് നോക്കി അപ്പോൾ തന്നെ ദേഷ്യത്തോടെ വാതിലടച്ചു. അത് കേട്ടപ്പോൾ ആരതി പറഞ്ഞു, ചിലപ്പോൾ ആ സ്ത്രീ അവിടെ ഒറ്റയ്ക്കായിരിക്കും, പേടിച്ചു പോയിട്ടുണ്ടാകും, അതായിരിക്കും അങ്ങനെ വാതിലടച്ചത്. അപ്പോൾ അരുൺ പറഞ്ഞു, എനിക്കറിയാവോ അവിടെ പെണ്ണാണോ ആണാണോ താമസമെന്ന്? ഞാനൊന്ന് അവരെ ഒന്ന് പരിചയപ്പെടാൻ പോയതല്ലേ. ആരതി ആ അടഞ്ഞു കിടക്കുന്ന ഡോറിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, അതൊക്കെ വിട്ടുകളാ. പിന്നെ ന്യൂസ് കണ്ടിരുന്നോ? ലോകത്തൊരു പുതിയ അസുഖം പടർന്നിരിക്കുന്നു. കൊറോണ അങ്ങനെ എന്തോ ആണ് പേര്. എല്ലാ സ്ഥലത്തും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണ്. അത് കേട്ടപ്പോൾ അരുൺ പറഞ്ഞു, ശരിയാണ്, കഴിഞ്ഞ ദിവസം ഓഫീസിലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. അരുണിനാണെങ്കിൽ അടുത്തുള്ള ഫ്ലാറ്റിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. ഒരിക്കൽ പോലും അവിടെയുള്ള ആരും പുറത്തേക്ക് വരുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. 1-2 തവണ ആ ഫ്ലാറ്റിലെ മുന്നിലെ ജാലകം വഴി ആ സ്ത്രീയുടെ രൂപം പോലെ എന്തോ കണ്ടിരുന്നു. അതായത് ആ സ്ത്രീ അരുണിൻ്റെ ഫ്ലാറ്റിലേക്ക് നോക്കുന്ന പോലെ. പിന്നെ അതെല്ലാം വെറും തോന്നലാകുമെന്ന് കരുതി അതൊന്നും അരുൺ വലിയ കാര്യമാക്കി എടുത്തില്ല. ഇതിൻ്റെ ഇടയിലെല്ലാം ആരതി പല സ്ഥലത്തും ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ആരതിക്ക് ഒരു നല്ല കമ്പനിയിൽ ജോലിയും കിട്ടി. ഏപ്രിൽ 1 ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പോയിൻമെൻറ്റ് ലെറ്ററും കിട്ടി. ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിർബന്ധമായും പോലീസ് വെരിഫിക്കേഷൻ വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ അരുണും ആരതിയും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടെയായിരുന്നു എൻ്റെ ഡ്യൂട്ടി. അരുണിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ അവനെ തിരിച്ചറിഞ്ഞിരുന്നു. അരുൺ എൻ്റെ കോളേജ് ഫ്രണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ 2 പേരും ഒരുപാട് സംസാരിച്ചു. പക്ഷേ ആരതിയുടെ പോലീസ് വെരിഫിക്കേഷൻ മാത്രം നടന്നില്ല. കാരണം അവൾക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് കൂടി ആവശ്യമുണ്ടായിരുന്നു. അരുണാണെങ്കിൽ എന്നെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. പക്ഷേ അന്നത്തെ ഡ്യൂട്ടിയുടെ തിരക്ക് കാരണം അന്ന് പോകാൻ കഴിഞ്ഞില്ല. അന്ന് വൈകുന്നേരം ആരതിയും അരുണും ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരതി പറഞ്ഞു, എൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് എൻ്റെ വീട്ടിലാണ്. വെരിഫിക്കേഷൻ പെട്ടെന്ന് നടക്കണമെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം വേണം. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട് വരെ ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. ഇനി ഓഫീസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും സാധിക്കില്ലല്ലോ. ഒരു 5-6 ദിവസം നിന്നിട്ട് തിരിച്ചു വരാം. അങ്ങനെ അവർ അതിനെക്കുറിച്ച് ചർച്ച നടത്തി 20-ാം തീയതി മാർച്ചിന് പോയിട്ട് ഒരു 24 അല്ലെങ്കിൽ 25-ാം തീയതി തിരിച്ചു വരാമെന്ന് ആരതി സമ്മതിച്ചു. അങ്ങനെ മാർച്ച് 20-ാം തീയതി അരുൺ ആരതിയെ വീട്ടിലേക്ക് പോകാനുള്ള ബസ്സിൽ കയറ്റിവിട്ട് തിരിച്ച് ഓഫീസിലേക്ക് പോയി. അങ്ങനെ 2-3 ദിവസം അരുണിന് സാധാരണ പോലെ കടന്നുപോയി. 23 മാർച്ചിന് പെട്ടെന്ന് ഇന്ത്യ മുഴുവനും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. ഇതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഒരുപാട് പേർ വീട്ടിൽ നിന്നും അകലെയുള്ള പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ. ഇനി ആർക്കും പുറത്തിറങ്ങാൻ പറ്റില്ല. ന്യൂസ് കണ്ട ആരതി ഉടനെ തന്നെ അരുണിനെ ഫോൺ വിളിച്ചു. അരുൺ ഇനി എന്താ ചെയ്യുക? പെട്ടെന്നെന്താ ഈ ലോക്ക്ഡൗൺ? എനിക്കാണെങ്കിൽ തിരിച്ചങ്ങോട്ട് വരണം. അത് കേട്ട അരുൺ പറഞ്ഞു, നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ നോക്കട്ടെ,
എന്തെങ്കിലും ഒരു വഴിയുണ്ടാകും. പക്ഷേ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അരുണിന് പുറത്തെ അവസ്ഥകൾ മനസ്സിലായി. ഒരു വിധത്തിലും യാത്രകൾ ചെയ്യാൻ സാധിക്കില്ല. 2 ദിവസം കഴിഞ്ഞ് അരുൺ ആരതിയെ വിളിച്ചു. അരുൺ ആരതിയോട് പറഞ്ഞു, ഇവിടെ എല്ലാം സ്ട്രിക്റ്റാണ്, പോലീസ് ഒരു വിധത്തിലും യാത്ര ചെയ്യാൻ അനുവദിക്കില്ല. പക്ഷേ നീ പേടിക്കണ്ട, എല്ലാ ഓഫീസുകളും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നിന്റെ ജോലിക്ക് ഇതൊരു പ്രശ്നമാകില്ല. പിന്നെ 21 ദിവസത്തെ ലോക്ക്ഡൗണല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ നിന്നെ വിളിക്കാൻ വരാം. ആ സമയത്ത് നിങ്ങൾക്കറിയാലോ, ആർക്കും പുറത്തേക്കിറങ്ങാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. വഴികളെല്ലാം വിജനമായി കിടന്നിരുന്നു. അങ്ങനെ 8 ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു രാത്രി ദിവസം അരുൺ ടി വിയിൽ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊറോണ കാരണം പല ആളുകൾക്കും മരണം സംഭവിച്ചിരിക്കുന്നു. സ്ഥിതി വളരെ മോശാവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രി ഒരു 11 മണിയായപ്പോൾ അരുണിന് ആരതിയുടെ വീഡിയോ കോൾ വന്നു. അവൾ ചോദിച്ചു, നീ ഫുഡ് കഴിച്ചോ? ആ, ഞാൻ ഫുഡ് കഴിച്ചു. ഞാൻ ടി വിയിൽ ന്യൂസ് കാണുകയായിരുന്നു. അത് കേട്ട ആരതി പറഞ്ഞു, ശരിയാണ്, ഞാനും ന്യൂസ് കാണുകയായിരുന്നു. എല്ലാം പെട്ടെന്ന് തീരുമെന്ന് കരുതിയിട്ട് ദിവസം കഴിയുന്തോറും എല്ലാം വലിയ പ്രശ്നത്തിലേക്കാണല്ലോ പോകുന്നത്. അത് കേട്ട് അരുൺ പറഞ്ഞു, ശരിയാ, അറിയില്ല ഇനി എത്ര നാൾ ഈ കൊറോണ ഉണ്ടാകുമെന്ന്. നമുക്ക് നോക്കാം, ചിലപ്പോൾ 21 ദിവസം കൊണ്ട് ശരിയായാലോ. അങ്ങനെ അരുൺ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീഡിയോ കോളിൽ ഉണ്ടായിരുന്ന ആരതി ഭയന്ന് പറഞ്ഞു, അരുൺ അരുൺ മാറ്, അവിടുന്ന് മാറ്. ആരതി പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അരുൺ ഞെട്ടിപ്പോയി. അരുൺ ആരതിയോട് ചോദിച്ചു, എന്താ എന്താ നിനക്ക് പറ്റിയേ? എന്താ നീ അങ്ങനെ പറഞ്ഞേ? അരുൺ നിന്റെ പുറകിൽ അടുക്കളയിൽ ആരും ഉണ്ട്. അവരുടെ വീടിൻ്റെ ഹോളിനോട് ചേർന്ന പുറകു സൈഡിലാണ് അടുക്കളയുള്ളത്. അരുൺ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. പക്ഷേ അവന് അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അരുൺ പറഞ്ഞു, നിനക്ക് തോന്നിയതാകും. പക്ഷേ ആരതി വീണ്ടും പറഞ്ഞു, ഇല്ല ഇല്ല, നിന്റെ പുറകിൽ അടുക്കളയിൽ ആരുമുണ്ട്. ഒരു സ്ത്രീ, പാറിപ്പറക്കുന്ന നീളം മുടികളുള്ള ഒരു സ്ത്രീ. എനിക്ക് അവരുടെ പകുതി മുഖം മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. അടുക്കളയുടെ വാതിലിൻ്റെ പുറകിലൂടെ എത്തി നോക്കുന്നുണ്ടായിരുന്നു അവർ. അടുക്കളയിലെ ലൈറ്റ് ഓഫായതുകൊണ്ട് എനിക്ക് നന്നായി അവരെ കാണാൻ കഴിഞ്ഞില്ല. അത് കേട്ട് അരുൺ പറഞ്ഞു, വാ നോക്കാം. അങ്ങനെ അരുൺ ഫോൺ നേരെയാക്കി നേരെ അടുക്കളയിലേക്ക് ചെന്ന് അടുക്കളയിലെ ലൈറ്റ് ഓണാക്കി. ആ അടുക്കള മുഴുവനും വീഡിയോ കോളിൽ ആരതിയെ കാണിച്ചു. നോക്ക്, ഇവിടെ എന്താ ഉള്ളത്? നിനക്ക് തോന്നിയതാണ്, ഇവിടെ ഒന്നുമില്ല. ഉടനെ ആരതി പറഞ്ഞു, ശരി, നീ ഒരു കാര്യം ചെയ്യേ, ടി വി എല്ലാം ഓഫാക്ക്, എന്നിട്ട് വേഗം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നമുക്ക് നാളെ സംസാരിക്കാം. അരുൺ അതിന് മറുപടിയൊന്നും കൊടുത്തില്ല. ആരതിയും വിചാരിച്ചു അത് വെറും തോന്നലായിരിക്കുമെന്ന്. അങ്ങനെ ഫോൺ കട്ടാക്കി അരുൺ കുറച്ചു നേരം കൂടി ഹോളിലിരുന്നു. പിന്നെ മെല്ലെ എഴുന്നേറ്റ് ബെഡ്റൂമിൽ പോയി കിടന്നാലോ എന്ന് ആലോചിക്കുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്, കിച്ചണിൽ ഒന്നും കൂടി പോയി നോക്കിയാലോ എന്ന്. കാരണം എന്താണെന്നറിയില്ല, ആരതി ശരിക്കും ഭയന്നിരുന്നു, എന്തോ ശരിക്കും കണ്ടതുപോലെ. അതുമാത്രമല്ല, അരുൺ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കാകുമ്പോൾ വീട്ടിൽ ആരുമില്ലെങ്കിൽ ഇരുട്ട് കണ്ടാൽ വെറുതെ മനസ്സിലൊരു തോന്നലുണ്ടാകും, പ്രേതമുണ്ടോ പിശാചുണ്ടോ എന്ന്. അരുൺ പോയി എന്തായാലും ലിവിംഗ് റൂമിലെ ലൈറ്റ് ഇട്ടു. എന്നിട്ട് അവിടുന്ന് മെല്ലെ മെല്ലെ നടന്ന് അടുക്കളയിലേക്ക് ചെന്നു. അവിടുത്തെയും ലൈറ്റ് ഇട്ടു. എന്നിട്ട് അടുക്കള മുഴുവനും എല്ലാ മൂലയും നന്നായി ശ്രദ്ധിച്ചു. അവിടെ ആരെയും കണ്ടില്ല. അടുക്കളയിലെ ജനാലകളെല്ലാം മുന്നത്തെ പോലെ തന്നെ അടഞ്ഞു കിടക്കുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, അപ്പോഴേക്കും അരുണിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയം തുടങ്ങിയിരുന്നു. അരുൺ അടുക്കളയിലെ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ഹോളിൽ ചെന്ന് ടി വിയും ഓഫ് ചെയ്ത് നേരെ റൂമിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ഓഫീസിലെ കുറച്ച് ജോലികൾ ചെയ്യാനുണ്ടായിരുന്നു. അത് ചെയ്ത് തീർത്തപ്പോഴേക്കും രാത്രി 2 മണിയായി. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അരുൺ ഉടനെ തന്നെ ഉറങ്ങാൻ കിടന്നു. അടുത്ത ദിവസം രാവിലെ 9 മണിക്ക് തന്നെ അരുൺ എഴുന്നേറ്റു. കുളിയെല്ലാം കഴിഞ്ഞ് ഫുഡുണ്ടാക്കി ടി വി ഓണാക്കി ടി വിയുടെ മുന്നിലിരിക്കാൻ തുടങ്ങി. ആരതിയോടും കുറച്ചു നേരം സംസാരിച്ച് ഏകദേശം 10 മണിയായപ്പോൾ വീണ്ടും ഓഫീസിലെ അന്നത്തെ ജോലികൾ ചെയ്തു തീർക്കാനിരുന്നു. അങ്ങനെ വൈകുന്നേരം വരെ മുഴുവനും ജോലി ചെയ്ത് രാത്രിയായപ്പോൾ ഫുഡുണ്ടാക്കി ആ ഫുഡും കഴിച്ച് ടി വി ഓണാക്കാതെ നേരെ ബെഡ്റൂമിലേക്ക് പോയി. ബെഡ്റൂമിൽ ചെന്ന് കിടക്കുന്നതിന് മുന്നേ ആരതി അരുൺ ഒരു പ്രാവശ്യം കൂടി വീഡിയോ കോൾ ചെയ്തു. ആ പറ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? അരുൺ ചോദിച്ചു. ആ, കുഴപ്പമുണ്ടായില്ല. നിനക്ക് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ഫുൾ ബോറിംഗ്. ഇന്നത്തെ ദിവസം മുഴുവനും ഓഫീസിൽ ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു. നല്ല ക്ഷീണമുണ്ട്, ഇനി കിടന്നുറങ്ങണം. അത് കേട്ട ആരതി മറുപടി പറയാൻ വന്നതും പെട്ടെന്ന് മിണ്ടാതെയായി. കാരണം അരുണിൻ്റെ പുറകിൽ ആരതി എന്തോ കണ്ടു. ജനൽവിരിയുടെ പുറകിൽ എന്തോ ഒന്ന് ആരതി കണ്ടു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതെ, ആ സ്ത്രീ തന്നെ. ആ ജനൽവിരിയുടെ സൈഡിലൂടെ അരുണിനെ ശ്രദ്ധിച്ചു നോക്കുകയാണ്. ആ രൂപം കണ്ട് ആരതി പിന്നെയും ഒച്ചയുണ്ടാക്കി. അരുൺ, ആ ജനൽവിരിയുടെ പുറകിൽ ആരുണ്ട്, നോക്ക്. അരുൺ അത് കേട്ടതും ഞെട്ടിപ്പോയി. അരുൺ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല.
ഓടിച്ചെന്ന് എല്ലാ ജനൽവിരികളും മാറ്റി നോക്കി. പക്ഷേ അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല. ആരതി, നിന്റെ ഫോണിൻ്റെ വല്ല കംപ്ലൈൻ്റ് ആയിരിക്കും. സ്ക്രീനിൽ വല്ല ഗ്ലിച്ചും വന്നതാകും, അല്ലെങ്കിൽ വല്ല നെറ്റ്വർക്ക് പ്രോബ്ലം കൊണ്ട് തോന്നിയതാകും. അരുൺ തൻ്റെ ഫോണ് മുറിയുടെ എല്ലാ ഭാഗത്തേക്കും കാണിച്ചുകൊണ്ട് ഇത് പറഞ്ഞപ്പോൾ ആരതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അരുൺ, ഞാനിത് രണ്ടാമത്തെ തവണയാണ് കാണുന്നത്. നീ ശ്രദ്ധിക്കണം. അത് കേട്ടപ്പോൾ അരുൺ പറഞ്ഞു, നീ എന്തിനാ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നത്? ഇനി അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് മുന്നേ മനസ്സിലായേനെ. ആരുമില്ല ഇവിടെ. അങ്ങനെ അവർ കുറച്ചു നേരം കൂടെ സംസാരിച്ച് ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും സമയം രാത്രി 12 മണിയായിരുന്നു. അരുൺ ബെഡ്റൂമിലെ ലൈറ്റ് ഓഫാക്കി കിടന്നുറങ്ങി. മെല്ലെ മെല്ലെ സമയം ഇഴഞ്ഞു നീങ്ങി. അവിടെ മുഴുവനും ഭയപ്പെടുത്തുന്നൊരു നിശബ്ദതയായിരുന്നു. അരുൺ നല്ല ഉറക്കത്തിലായിരുന്നു. സമയം രാത്രി 2:30 ആ സമയമായപ്പോൾ അരുണിന് ആ റൂമിൽ എന്തോ ഒന്ന് അനുഭവപ്പെട്ടു. ഒരു ചെറിയ ശബ്ദം. ആ ശബ്ദം കേട്ട് അരുൺ മെല്ലെ കണ്ണു തുറന്നപ്പോൾ താൻ കിടക്കുന്ന കിടക്കയുടെ അടുത്ത് എന്തോ ഒന്ന് കാണുന്നുണ്ട്. അരുൺ ഉടനെ തന്നെ സൈഡിലുണ്ടായിരുന്ന ഫോൺ എടുത്തു. സമയം നോക്കിയപ്പോൾ 2:30 മണി. ഫോൺ തിരിച്ചു വയ്ക്കാൻ നേരം അരുണിന്റെ ശ്രദ്ധ വീണ്ടും താൻ കിടക്കുന്ന ബെഡിന്റെ മുന്നിലേക്ക് പോയി. പെട്ടെന്ന് അരുൺ ഞെട്ടി എഴുന്നേറ്റ് ഒന്ന് പുറകിലേക്ക് വലിഞ്ഞു. അവന്റെ മുന്നിൽ ആ ഇരുട്ടിൽ ആരോ ഇരിക്കുന്നുണ്ടായിരുന്നു. പുറത്തു നിന്നും ജനൽ വഴി വരുന്നൊരു ചെറിയ പ്രകാശം ആ റൂമിന്റെ അകത്തുണ്ടായിരുന്നു. അതൊരു സ്ത്രീയാണ്. മുഖമെല്ലാം ഒട്ടി ദ്രവിച്ചതുപോലെ, കണ്ണെല്ലാം ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നു. വലിയ നീളം കൂടിയ മുടിയായിരുന്നു. മുടിയുടെ നീളം കാരണം ആ മുടികൾ തറയിൽ തട്ടി നിൽക്കുന്നുണ്ട്. വിചിത്രമായി എന്തോ ഒരു ശബ്ദമുണ്ടാക്കുന്നുണ്ടത്. അതെല്ലാം കണ്ടപ്പോൾ തന്നെ ആ നിമിഷം തന്നെ അരുണിന്റെ ഉറക്കം പൂർണ്ണമായി നഷ്ടമായി. ആ ചെറിയ പ്രകാശത്തിൽ ആ രൂപത്തെ കണ്ട് അരുണിന്റെ സകല നാഡീ ഞരമ്പുകളും വിറച്ചുപോയി. പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ അരുൺ ആ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഭയന്ന് വിറച്ചുകൊണ്ട് ആ മുറിയിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ ചുമരിൽ തട്ടിയ അരുൺ താഴേക്ക് തെറിച്ചു വീണു. എഴുന്നേൽക്കാൻ നോക്കിയിട്ട് അവന് സാധിക്കുന്നില്ല. ഭയം വന്ന് മൂടിയതുകൊണ്ട് ശരീരം മുഴുവനും നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ ഭയന്നുകൊണ്ട് തന്നെ ഒരു തവണ കൂടി പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. പക്ഷെ ഇപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അവൻ നന്നായി ഭയന്നതുകൊണ്ട് തന്നെ അവിടുന്ന് വീണ്ടും എഴുന്നേറ്റ് ഹോളിലേക്ക് തന്നെ ചെന്നു. അവിടെ ചെന്ന് അവൻ കിടന്ന ബെഡ്റൂമിൻ്റെ വാതിൽ പുറത്തു നിന്നും പൂട്ടിയിട്ടു. എന്നിട്ടവൻ ഒരു സൈഡിലേക്ക് പോയിരുന്നു. ഒരുപാട് സമയം അങ്ങനെ ഇരുന്നു കഴിഞ്ഞപ്പോൾ രാവിലെ ആകാറായപ്പോൾ അവൻ ഉറക്കത്തിലേക്ക് പോയി. പിന്നെ അവൻ കണ്ണു തുറക്കുന്നത് ഉച്ചയായപ്പോഴാണ്. അവൻ മെല്ലെ കണ്ണു തുറന്നു. ഒരുപാട് വൈകി ഉറങ്ങിയതുകൊണ്ട് അവന് നല്ല തലവേദന ഉണ്ടായിരുന്നു. അരുണിന് പെട്ടെന്ന് രാത്രിയിലെ കാര്യം ഓർമ്മ വന്നു. അവൻ പല ഭാഗത്തേക്ക് നോക്കാൻ തുടങ്ങി. ക്ലോക്കിലേക്ക് സമയം നോക്കിയപ്പോൾ 11:30 മണി കഴിഞ്ഞു. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഹോളിലും കിച്ചണിലും ബെഡ്റൂമിലും എല്ലാ സ്ഥലത്തും നന്നായി നോക്കി. നിരാശയായിരുന്നു ഫലം. അവിടെ അവന് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ആരെങ്കിലും ഉണ്ടായതിൻ്റെ ഒരു തെളിവ് പോലും അവന് കിട്ടിയില്ല. അവനപ്പോൾ തോന്നിയത് അവൻ്റെ മനസ്സിലുള്ള എന്തോ ഒരു ഭയം കാരണം തോന്നിയതാകുമെന്നാണ്. രാത്രിയിൽ എന്തോ ദുസ്വപ്നം കണ്ടതായിരിക്കും. കാരണം അവൻ ഇപ്പോഴും അത് സത്യമാണോ അതോ ദുസ്വപ്നമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കാതെ പോയി കുളിച്ച് ഫ്രഷായി കുറച്ച് പാലും കുറച്ച് വെജിറ്റബിൾസും വാങ്ങാൻ പുറത്തേക്ക് പോയി. അവനൊരു സമയത്ത് തോന്നിയിരുന്നു ഇക്കാര്യങ്ങളെല്ലാം ആരതിയോട് പറഞ്ഞാലോ എന്ന്. പിന്നെ വിചാരിച്ചു വേണ്ട എന്ന്. കാരണം ഇനി ആരതി ഇതുകൂടി കേട്ടാൽ അവൾ വീണ്ടും ടെൻഷനാകും. സാധനങ്ങളെല്ലാം വാങ്ങി വന്ന് അവന് വേണ്ട ഫുഡ് ഉണ്ടാക്കി. പിന്നെ വീണ്ടും അവനവൻ്റെ ഓഫീസിലെ വർക്കിലേക്ക് കടന്നു. ഇന്നാണെങ്കിൽ അവന് ജോലി ചെയ്യാൻ തീരെ താല്പര്യമില്ലായിരുന്നു. വൈകുന്നേരം ആരതിയുമായി ഫോണിൽ സംസാരിച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രിയിലെ ഒരു കാര്യം പോലും അവൻ ആരതിയോട് പറഞ്ഞില്ല. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. രാത്രിയായി. രാത്രി നേരത്തെ ഫുഡ് കഴിച്ച് നേരത്തെ തന്നെ കിടന്നുറങ്ങാൻ വേണ്ടി പോയി. രാത്രി 12 മണി ആകാറായപ്പോൾ അവൻ സുഖമായി ഉറങ്ങുന്ന സമയത്ത് ആ നിശബ്ദതയിൽ വീണ്ടും ഒരു ശബ്ദം അവൻ കേട്ടു. ആ ശബ്ദം കേട്ടതും അവൻ ഞെട്ടി എഴുന്നേറ്റു. ലൈറ്റ് ഓൺ ആക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ കറണ്ട് ഉണ്ടായിരുന്നില്ല. ചൂടായതുകൊണ്ട് തന്നെ അവൻ്റെ ശരീരം മുഴുവനും വിയർത്ത് കുളിച്ചിരുന്നു. ആ സമയത്തവന് വാതിലിൽ ആരോ നഖം കൊണ്ട് പോറുന്നൊരു ശബ്ദം അവൻ കേട്ടു. രാത്രിയുടെ ആ നിശബ്ദതയിൽ ആ ശബ്ദം വ്യക്തമായി തന്നെ അവന് കേൾക്കാമായിരുന്നു. അവൻ്റെ കയ്യിലെയും കാലിലെയും ശരീരത്തിലെ രോമങ്ങളെല്ലാം എഴുന്നേറ്റു. ഭയന്ന് ഒരു വല്ലാത്ത അവസ്ഥയിലായി അവൻ എങ്ങനെയൊക്കെയോ ആ ബെഡിൽ നിന്നും എഴുന്നേറ്റു. എന്നിട്ടവൻ മൊബൈലെടുത്തു. അതിലെ ടോർച്ച് ഓണാക്കി. മെല്ലെ ആ ബെഡ്റൂമിലെ എല്ലാ സ്ഥലവും ആ ടോർച്ചിൻ്റെ പ്രകാശത്തിൽ നോക്കി. പക്ഷേ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ അരുണിന് തോന്നിയത് ഈ ശബ്ദം ചിലപ്പോൾ പുറത്തു നിന്നും വരുന്നതായിരിക്കും. അവൻ എഴുന്നേറ്റ് ഹോളിലും അതുപോലെ ലിവിംഗ് റൂമിലും അടുക്കളയിലും എല്ലാ സ്ഥലത്തും നോക്കി. ആ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല. വീണ്ടും ലിവിംഗ് റൂമിലേക്ക് കയറി അവിടുത്തെ ഓരോ മൂലയും ശ്രദ്ധിച്ച് നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവന് തോന്നിയത്, ചിലപ്പോൾ പുറത്തു നിന്നും ചുമരിലൂടെ ആരോ ഉരയ്ക്കുന്നതാണോ, അതോ ചുമരിൻ്റെ ഉള്ളിൽ നിന്നും ആരോ നഖമുണ്ട് ആ ചുമരിൽ ഉരയ്ക്കുന്നതാണോ, ഒന്നും മനസ്സിലാകുന്നില്ല. അവനും ആ ശബ്ദം വരുന്ന ഭാഗത്തുകൂടെ മെല്ലെ മെല്ലെ നടക്കാൻ തുടങ്ങി. അപ്പോഴവന് മനസ്സിലായി, ആ ശബ്ദം മെല്ലെ മുകളിലേക്കാണ് പോകുന്നത്. അവൻ ആ ശബ്ദം നന്നായി ശ്രദ്ധിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ്റെ ചെവിയിൽ വിചിത്രമായൊരു ശബ്ദം വന്നു. ഒരു തണുത്ത കാറ്റ് അവൻ്റെ ശരീരത്തിൽ തട്ടി കടന്നുപോയി. അവൻ ഭയന്ന് വിറച്ച് അവൻ്റെ തല മുകളിലേക്ക് ഉയർത്തി. അവൻ്റെ നെഞ്ച് തകർന്നു പോയി ആ കാഴ്ച കണ്ട്. ഏതോ ഒരു സ്ത്രീരൂപം ഫാനിൽ ഇരിക്കുന്ന പോലെ. അതിൻ്റെ നീളം കൂടിയ മുടികൾ ജടപിടിച്ച് പാറിപ്പറക്കുന്നു. കണ്ണിൻ്റെ ഭാഗത്തെല്ലാം കറുത്തിരണ്ടിരിക്കുന്നു. അത് അരുണിനെ തന്നെ ശ്രദ്ധിച്ചു നോക്കുകയാണ്. പെട്ടെന്നത് വായ തുറന്നു. എന്നോടെന്തോ സംസാരിക്കാൻ ശ്രമിക്കുന്ന പോലെ. പക്ഷേ ആ രൂപം പറയുന്നത് വ്യക്തമായി മനസ്സിലാകുന്നില്ല. അരുൺ ഉടനെ തന്നെ അവിടെ നിന്ന് ഓടി മെയിൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ തൊട്ടുമുന്നിലുള്ള ഫ്ലാറ്റിൻ്റെ മെയിൻ ഡോർ കുറച്ച് തുറന്നിരിക്കുന്നു. അതിൻ്റെ ഉള്ളിലൂടെ ഒരു ചെറിയ പ്രകാശം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അടുത്ത നിമിഷം തന്നെ അവിടെ നിന്നും അരുണിന് ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. ആ സമയത്ത് അരുണിന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്താ ഇനി ചെയ്യുക. അവൻ മെല്ലെ മെല്ലെ മുന്നോട്ട് നടന്നു. എന്നിട്ട് ആ വാതിലിൻ്റെ കീ ഹോളിലൂടെ അകത്തേക്ക് നോക്കി. അവൻ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് നിന്നും വെളുത്ത് പ്രകാശിക്കുന്ന 2 കണ്ണുകൾ അവനെ തന്നെ ഉറ്റുനോക്കുന്നു. അടുത്ത നിമിഷം ഒരലർച്ച അവൻ്റെ ചെവിയിൽ പതിച്ചു. അവൻ ഭയന്ന് വിറച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ കോണിപ്പടി വഴി താഴേക്ക് പോയി. സെക്യൂരിറ്റി താഴെ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. അരുൺ ഓടി വരുന്നത് കണ്ട് ആ സെക്യൂരിറ്റി ചാടി എഴുന്നേറ്റു. അരുൺ നേരെ ഓടിച്ചെന്ന് നിന്നത് ആ സെക്യൂരിറ്റിയുടെ മുന്നിലാണ്. എന്നിട്ട് സെക്യൂരിറ്റിയോട് അരുൺ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ആരുണ്ട്. അത് കേട്ട സെക്യൂരിറ്റി ആകെ ഭയന്നുപോയി. ഉടനെ സെക്യൂരിറ്റി ഒരു വടിയും കയ്യിലെടുത്തുകൊണ്ട് അരുണിനോട് പറഞ്ഞു, വാ നമുക്ക് പോയി നോക്കാം. ഇല്ല, അത് നമ്മൾ വിചാരിക്കുന്നതല്ല. അതെ, നിങ്ങളൊരു കാര്യം പറ, എൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ട് മുന്നിൽ താമസിക്കുന്നത് ആരാ? പറ. അരുണിൻ്റെ ആ വാക്ക് കേട്ട് സെക്യൂരിറ്റി ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, സാറ് എന്തായി പറയുന്നത്? അവിടെ ആ ഫ്ലോറിൽ സാറ് മാത്രമല്ലാതെ വേറെ ആരും താമസമില്ല. സെക്യൂരിറ്റിയുടെ ആ വാക്ക് കേട്ട് അരുണിന് ദേഷ്യം വന്നു. നിങ്ങൾക്ക് വല്ല ഭ്രാന്താണോ? അവിടെ ആള് താമസമുണ്ട്, ഞാൻ കണ്ടതല്ലേ, ഒരു സ്ത്രീയാണ് താമസിക്കുന്നത്. അത് കേട്ട സെക്യൂരിറ്റി ശാന്തമായി മറുപടി കൊടുത്തു, സാർ, ഞാൻ സത്യമാണ് പറയുന്നത്. അവിടെ വേറെ ആരും താമസമില്ല. സാറല്ലാതെ ആ ഫ്ലോറിൽ മറ്റാരും താമസമില്ല. സാറിന് മുന്നിലുള്ള ഫ്ലാറ്റ് നമ്പർ 301 അത് അടഞ്ഞു കിടക്കുകയാണ്. അരുണിന് അത് കേട്ടിട്ട് വീണ്ടും ദേഷ്യം വന്നു. അരുൺ പറഞ്ഞു, ഞാൻ ഭ്രാന്തനായതാണോ അതോ നീ എന്നെ ഭ്രാന്തനാക്കാൻ ശ്രമിക്കുന്നതാണോ? സത്യം പറ, എൻ്റെ മുന്നിലുള്ള ആ ഫ്ലാറ്റ് ഇതുവരെ സെയിലാക്കിയിട്ടില്ലേ? ഇല്ല സാർ, അത് ഇതുവരെ സെയിലാക്കിയിട്ടില്ല. ഈ ഫ്ലാറ്റുകൾ പണിത ബിൽഡർ ആ ഫ്ലോറിലുള്ള മറ്റു റൂമുകൾ സെയിൽ ചെയ്യാൻ തയ്യാറാകുന്നില്ല. എന്താണ് കാര്യമെന്നൊന്നും എനിക്കറിയില്ല. അത് കേട്ട് അരുൺ പറഞ്ഞു, ഞാൻ സത്യമാണ് പറയുന്നത്. എൻ്റെ ഫ്ലാറ്റിൽ ഞാനൊരു സ്ത്രീയെ കണ്ടു. അതുമാത്രമല്ല, എൻ്റെ നേരെ മുന്നിലുള്ള ആ ഫ്ലാറ്റിൽ നിന്നും ആരോ കരയുന്ന പോലെയുള്ള പല ശബ്ദങ്ങളും എനിക്ക് കേൾക്കാമായിരുന്നു. ഉടനെ സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരുന്ന രജിസ്റ്റർ എടുത്തിട്ട് പറഞ്ഞു, സാറിന് അവിടെ എന്തെങ്കിലും വിചിത്രമായി തോന്നിയിട്ടുണ്ടാകും. പക്ഷേ ഈ രജിസ്റ്റർ എടുത്ത് നോക്ക്. എൻ്റെ അഭിപ്രായത്തിൽ അവിടെ ആരും താമസമില്ല. അരുൺ സെക്യൂരിറ്റിയുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേട്ട് ആ രജിസ്റ്റർ എല്ലാം ചെക്ക് ചെയ്തു. എന്നിട്ട് ആ രാത്രി അവിടെ തന്നെ നിൽക്കാൻ അവൻ തീരുമാനിച്ചു. കാരണം അവനുണ്ടായ ആ ഭയപ്പെടുത്തുന്ന അനുഭവം അവന് തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോകാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. രാവിലെ വരെ അവൻ സെക്യൂരിറ്റിയുടെ ക്യാബിനിലിരുന്നു. രാവിലെയായതും അവൻ ഫ്ലാറ്റിലേക്ക് തിരിച്ചുപോയി. ആ സമയത്ത് അവൻ്റെ കൂടെ സെക്യൂരിറ്റിയും ഉണ്ടായിരുന്നു. അവർ അരുണിൻ്റെ ഫ്ലോറിലെത്തിയതും തൊട്ടു മുന്നിലുള്ള ഫ്ലാറ്റ് നോക്കി. പക്ഷേ അത് അടഞ്ഞു കിടക്കുകയായിരുന്നു. അരുണിന് അവിടെ താമസിക്കാൻ ആഗ്രഹമില്ലായിരുന്നുവെങ്കിലും വേറെ നിവൃത്തിയില്ല അവിടെ തന്നെ നിൽക്കാതെ. അരുൺ കുറേ നേരം അതിനെക്കുറിച്ച് ചിന്തിച്ചു. എന്താ സംഭവിച്ചതെന്ന് അവനൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ അതുമാത്രമല്ല, ബിൽഡർ പറയുന്നു മുന്നിലെ 2 ഫ്ലാറ്റുകളും വിൽക്കാൻ താല്പര്യമില്ല എന്ന്. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? അതിൻ്റെ പുറകിൽ എന്തോ ഒരു കാരണമുണ്ടാകും. ഇന്നലെ ആ ഭീകര രൂപത്തെ ഞാൻ കണ്ടപ്പോൾ അത് എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്ന പോലെയായിരുന്നു. എന്തോ പറയാൻ ആഗ്രഹിക്കുന്ന പോലെ. ഇങ്ങനെ പേടിച്ചിരുന്നത് കൊണ്ട് കാര്യമില്ല.
ഈ സംഭവത്തിൻ്റെ പിറകിൽ എന്തോ ഒരു കാരണം ഒളിഞ്ഞിരിപ്പുണ്ട്. എനിക്ക് ധൈര്യത്തോടെ ഇതെല്ലാം നേരിടേണ്ടി വരും. അരുൺ ഇനി എന്തു വന്നാലും നേരിടാനുള്ള ധൈര്യം സംഭരിച്ചു. അന്ന് രാത്രി അവൻ ഫുഡെല്ലാം കഴിച്ച് ആരതിയോടും ഫോണിൽ സംസാരിച്ച് ബെഡ്റൂമിൽ ഉറങ്ങാൻ വേണ്ടി പോയി. രാത്രി പകുതി കഴിഞ്ഞിരിക്കുന്നു. അരുൺ കണ്ണടച്ച് ബെഡിൽ തന്നെ കിടക്കുകയാണ്. ജനാല വഴി പുറത്തേക്ക് വരുന്നൊരു ചെറിയ പ്രകാശം ആ മുറിയിലുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞതും എന്തോ ഒരു ശബ്ദം അവൻ കേൾക്കാൻ തുടങ്ങി. അരുൺ ആ ബെഡിൽ തന്നെ കിടക്കുകയാണ്, അനങ്ങാതെ. മെല്ലെ അവൻ തലയുയർത്തി അവൻ്റെ റൂമിൻ്റെ ചുറ്റുപാടും നോക്കി. അപ്പോഴാണ് കാണുന്നത് ഒരു സ്ത്രീ അവൻ്റെ ബെഡിൻ്റെ തൊട്ടരികിൽ നിൽക്കുന്നു. ആ സ്ത്രീയെ അങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ അവനൊന്ന് വിറച്ചുപോയി. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നേരെയിരുന്നു. എന്നിട്ട് സകല ധൈര്യവും സംഭരിച്ച് ആ സ്ത്രീയോട് അരുൺ ചോദിച്ചു, നീ ആരാ? എന്താ വേണ്ടേ? അത് കേട്ടിട്ട് ആ സ്ത്രീ ഒരു ഭാവവ്യത്യാസവുമില്ലാതെ അരുണിനെ തന്നെ ശ്രദ്ധിച്ചു നോക്കി. ആ സ്ത്രീയുടെ ആ കുഴിഞ്ഞ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു, എന്തോ പറയാൻ ആഗ്രഹിക്കുന്നത് പോലെ. പെട്ടെന്നത് ആ റൂമിൽ നിന്നും നടക്കാൻ തുടങ്ങി. മെല്ലെ മെല്ലെ നടന്ന് അത് ആ റൂമിൽ നിന്നും പുറത്തു കടന്നു. അരുണും അവിടെ നിന്ന് എഴുന്നേറ്റ് അതിൻ്റെ പുറകെ പോകാൻ തുടങ്ങി. ഇപ്പോൾ അവന് കുറച്ച് ധൈര്യം വന്നിരുന്നു. അരുൺ നോക്കുമ്പോൾ ആ സ്ത്രീ അരുണിൻ്റെ ഫ്ലാറ്റിലെ മെയിൻ ഡോർ തുറന്ന് പുറത്തേക്ക് കടക്കുന്നു. അപ്പോഴാണ് അരുൺ ശ്രദ്ധിക്കുന്നത് അപ്പുറത്തെ ഫ്ലാറ്റിലെയും വാതിൽ തുറന്നു കിടക്കുന്നു. ആ സ്ത്രീ ആ വാതിൽ വഴി അകത്തേക്ക് പോയി. അരുൺ ആ ഫ്ലാറ്റിൻ്റെ മുന്നിൽ ചെന്ന് നോക്കിയപ്പോൾ അകത്ത് കുറ്റാക്കൂരി ഇരുട്ടാണ്. ആ സ്ത്രീ അകത്തേക്ക് പോയി ആ ഇരുട്ടിൽ ലയിച്ചില്ലാതായതുപോലെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അവൻ കുറച്ചു നേരം ആ ഫ്ലാറ്റിൻ്റെ വാതിലിൻ്റെ മുന്നിൽ നിന്നു. കുറച്ചു കഴിഞ്ഞതും ആ ഫ്ലാറ്റിൽ നിന്നും വരുന്ന ഒരു ചെറിയ പ്രകാശം അരുൺ കണ്ടു. ആ പ്രകാശം അരുൺ കണ്ടതും മെല്ലെ ആ ഫ്ലാറ്റിൻ്റെ അകത്തേക്ക് കയറി. ആ സ്ത്രീയാണെങ്കിൽ ആ ഫ്ലാറ്റിലെ ലിവിംഗ് റൂമിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. അവിടെ പല സ്ഥലത്തും ചെറിയ പ്രകാശമുണ്ടായിരുന്നു. ആ ചെറിയ പ്രകാശത്തിൽ അരുൺ കണ്ടു ആ സ്ത്രീ പെട്ടെന്ന് അവിടെ നിന്നു. അരുണും ആ സ്ത്രീയുടെ കുറച്ച് മുന്നിലായി നിന്നു. ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പുറകിലേക്ക് തിരിഞ്ഞു. എന്നിട്ടവർ വീണ്ടും പൊട്ടി കരയാൻ തുടങ്ങി. ആ സ്ത്രീയുടെ മുഖം ആ സമയത്ത് കത്തിക്കരിഞ്ഞതുപോലെയായിരുന്നു. വായെല്ലാം മുഴുവനായും തുറന്നിരുന്നു. കണ്ണുകളെല്ലാം വല്ലാതെ തിളങ്ങുന്നു. അത് കണ്ട അരുൺ ഭയന്ന് വിറച്ചുപോയി. കാരണം ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് അവനറിയില്ലല്ലോ. പെട്ടെന്നവർ ഒരു വലിയ ശബ്ദത്തോടുകൂടി അരുണിൻ്റെ അടുത്തേക്ക് ഓടി വരാൻ തുടങ്ങി. പെട്ടെന്നായതുകൊണ്ട് തന്നെ അരുൺ ഭയന്ന് നിലത്തേക്ക് വീണുപോയി. അപ്പോഴേക്കും ആ സ്ത്രീ അരുണിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അരുണിൻ്റെ നെഞ്ചിൽ കയറിയിരുന്ന് രണ്ട് കൈകൊണ്ടും തലയിൽ അമർത്തിപ്പിടിച്ചു. അരുണിൻ്റെ ശരീരം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോയി. അതായത് അവനവൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം നഷ്ടമായതുപോലെ. അവന് ശ്വാസം കിട്ടാത്ത അവസ്ഥ. പെട്ടെന്ന് ഒരു വല്ലാത്ത വിറയൽ അവൻ്റെ ശരീരത്തിലേക്ക് വന്നു. അവൻ്റെ രണ്ട് കൃഷ്ണമണികളും മുകളിലേക്ക് പോയി. ഇപ്പോൾ അവന് ആ കൃഷ്ണമണിക്ക് പകരം അവിടെ വെളുത്ത കളർ മാത്രം. ഇപ്പോൾ അവൻ്റെ മുന്നിൽ എന്തോ ഒന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയോ ദൃശ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി എന്തൊക്കെയോ കാര്യങ്ങൾ അവന് മുന്നിൽ കാണുന്ന പോലെ. ചെവിയിലാണെങ്കിൽ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാനും തുടങ്ങി. ആരോ ഉച്ചത്തിൽ കരയുന്നുണ്ട്. മറ്റാരോ ആ കരച്ചിൽ നിർത്താൻ ശ്രമിക്കുന്ന പോലെ. വീണ്ടും പല ദൃശ്യങ്ങളും കണ്ണിൻ്റെ മുന്നിലൂടെ മിന്നി മറയാൻ തുടങ്ങി. ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, രണ്ടുപേർ ചേർന്ന് ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്നു. ആ സ്ത്രീ ഒരു പഴയ സാരിയാണ് ഉടുത്തിരിക്കുന്നത്. അവർ കരയുകയാണ്, ഒച്ചയുണ്ടാക്കുന്നുണ്ട്. പക്ഷേ മറ്റ് രണ്ടുപേരിൽ ഒരാൾ ആ സ്ത്രീയുടെ വായ പൊത്തിപ്പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ത്രീയുടെ ശബ്ദം പൂർണ്ണമായും പുറത്തേക്ക് വരുന്നില്ല. ആ രണ്ടുപേരും ചേർന്ന് ആ സ്ത്രീയെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നു. പെട്ടെന്ന് അതിലൊരാൾ അടുത്ത് കിടന്നിരുന്ന ഒരു വലിയ കോലെടുത്ത് ആ സ്ത്രീയെ അടിച്ചു. അടികൊണ്ട് താഴെ വീണ ആ സ്ത്രീ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും വീണ്ടും അതിലൊരാൾ ആ സ്ത്രീയുടെ കഴുത്തിൽ അമർത്തിപ്പിടിച്ച് അവരെ കൊല ചെയ്തു. അരുൺ അതിൽ ഓരോ ദൃശ്യങ്ങളും തൻ്റെ മുന്നിൽ കാണുന്നത് പോലെ കണ്ടു. അതായത് ഫ്ലാറ്റിൻ്റെ മുഴുവൻ പണിയും കഴിഞ്ഞിട്ടില്ല. ചുമരെല്ലാം ഇനിയും പണി ബാക്കിയുണ്ട്. താഴെയെല്ലാം കോലുകളും കല്ലും മണ്ണും നിറഞ്ഞു കിടക്കുന്നു. ഫ്ലാറ്റ് പണിയുന്ന സമയത്ത് സംഭവിച്ചതുപോലെയാണ് ഈ ദൃശ്യങ്ങളെല്ലാം അരുൺ കണ്ടത്. മെല്ലെ മെല്ലെ ആ ദൃശ്യങ്ങളെല്ലാം മാഞ്ഞുപോയി. ചെവിയിൽ കേട്ടിരുന്ന ശബ്ദങ്ങളെല്ലാം മെല്ലെ നിലച്ചു. അരുൺ വീണ്ടും സ്വബോധത്തിലേക്ക് വന്നു. പക്ഷേ അവൻ്റെ അവസ്ഥ അവനവിടെ നിന്ന് എഴുന്നേൽക്കാനുള്ള ശക്തി ഇല്ലാത്തതുപോലെ. അവനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഏതോ ഒരു അദൃശ്യ ശക്തി അവനെ പിടിച്ചു നിർത്തിയതുപോലെ. കുറച്ചു നേരം അവൻ അങ്ങനെ തന്നെ കിടന്ന് ഒന്ന് ശ്വാസമെല്ലാം വലിച്ചു വിട്ടപ്പോൾ അവനൊന്ന് നോർമലായി. മെല്ലെ അവൻ അവൻ്റെ ചുറ്റുപാടെല്ലാം നോക്കി. ആ സമയത്ത് ആ സ്ത്രീ അരുണിനെ ഒന്ന് നോക്കി മുന്നിലേക്ക് നടന്നു. ആ സ്ത്രീ നടന്ന് ബെഡ്റൂമിലെ ഒരു ചുമരിലേക്ക് കയറി അതിൽ അലിഞ്ഞില്ലാതായതുപോലെ മാഞ്ഞുപോയി.
അതെല്ലാം കണ്ട അരുൺ എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയിലായിരുന്നു. അരുൺ കുറച്ചു നേരം ആലോചിക്കാൻ തുടങ്ങി. അരുണിനപ്പോഴേക്കും മനസ്സിലായിരുന്നു, ഈ ഫ്ലാറ്റിൽ എന്തോ നടക്കാൻ പാടില്ലാത്തൊരു അപകടം നടന്നിരിക്കുന്നു. അരുൺ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് ഇറങ്ങിയതും അവിടെ നിന്നടിച്ചൊരു ചെറിയ തണുത്ത കാറ്റുകൊണ്ട് വീണ്ടും അവൻ്റെ ശരീരം ഒന്ന് വിറച്ചു. അവൻ ഒരു തവണ കൂടി പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ മുന്നത്തെ പോലെ ആ ഫ്ലാറ്റിൻ്റെ ഡോറ് അടഞ്ഞു കിടക്കുന്നു. ഇപ്പോൾ അരുണിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി, ആ വീട്ടിൽ എന്താ സംഭവിച്ചതെന്ന്. ആ സ്ത്രീയുടെ ആത്മാവ് ഇപ്പോഴും ആ ഫ്ലാറ്റിൽ തന്നെയുണ്ട്. ആ ആത്മാവിന് ഇതുവരെ ശാന്തി ലഭിച്ചിട്ടില്ല. അരുൺ തൻ്റെ ഫ്ലാറ്റിലേക്ക് കയറി ആലോചിക്കാൻ തുടങ്ങി, ഇനി എന്താണ് ചെയ്യാൻ പറ്റുക. രാത്രി മുഴുവനും ആലോചിച്ചിട്ടും അവനിതൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇതിൽ ഞാൻ എങ്ങനെ ഇടപെടും, എങ്ങനെ അവരെ സഹായിക്കും? കാരണം പുറത്ത് മുഴുവനായും ലോക്ക്ഡൗൺ ആണ്. പുറത്തുപോയി ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാനോ ഒന്നിനും ഒരു ചാൻസുമില്ല. ഇതൊക്കെ ആലോചിച്ച് അരുൺ എപ്പോഴോ ഉറങ്ങിപ്പോയി. അങ്ങനെ കണ്ണു തുറന്നപ്പോൾ രാവിലെ 9 മണി കഴിഞ്ഞിരിക്കുന്നു. അവൻ വേഗം ഫുഡെല്ലാം ഉണ്ടാക്കി അത് കഴിച്ച് ലാപ്ടോപ്പ് കയ്യിലെടുത്ത് ഇരിക്കാൻ തുടങ്ങി. അതിലവൻ കൊറോണയെയും പോലീസുകാരെയും പറ്റി എന്തോ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അവന് എൻ്റെ കാര്യം ഓർമ്മ വന്നു. ഉടനെ തന്നെ അവൻ എന്നെ ഫോൺ വിളിച്ചു. ആ എടാ, ഇത് ഞാനാണ് അരുൺ. എനിക്ക് മനസ്സിലായി, നിന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടല്ലോ. അങ്ങനെ കുറച്ചു നേരം കൊറോണയെപ്പറ്റിയും ഈ കൊറോണ സമയത്തുള്ള എൻ്റെ പോലീസ് ജീവിതത്തെക്കുറിച്ചും കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് അരുൺ എന്നോട് പറഞ്ഞു, എടാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. നീ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തോ, പക്ഷേ ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. അത് കേട്ടപ്പോൾ ഞാൻ അവനോട് ഓക്കെ പറഞ്ഞു. അതിനുശേഷം അവൻ അവിടെ വന്നത് മുതൽ കഴിഞ്ഞ രാത്രി സംഭവിച്ച കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു. അവൻ വന്നതും ആ സ്ത്രീയെ കണ്ടതും ആ സ്ത്രീ കാണിച്ചു കൊടുത്ത കാര്യങ്ങളും എല്ലാം ഒന്നുവിടാതെ വിശദമായി തന്നെ എന്നോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവനെന്ത് പൊട്ടനാണെന്നാണ്. ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്നപ്പോൾ ചില തോന്നലുകൾ വന്നതായിരിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കുമ്പോൾ അരുൺ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. എടാ, ഞാൻ ഈ താമസിക്കുന്ന ഫ്ലാറ്റിലെ പണി നടക്കുന്ന സമയത്ത് ഇവിടെ ഒരു സ്ത്രീയെ മിസ്സിംഗ് ആയതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിരുന്നോ? അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ചെറിയൊരു സംശയം തോന്നി. ഇനി എന്തായാലും ഫോണിലൂടെ സംസാരിച്ചിട്ട് കാര്യമില്ല, നേരെ അവൻ്റെ വീട്ടിൽ പോയി സംസാരിക്കാമെന്ന് ഞാൻ കരുതി. അവൻ്റെ മാനസികാവസ്ഥ എന്താണെന്നറിയില്ല. അവൻ ചിലപ്പോൾ ഈ മാനസികാവസ്ഥയിൽ എന്തെങ്കിലും ചെയ്തു പോയാലോ? അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, അരുൺ ഒരു കാര്യം ചെയ്യ്, ഞാൻ അങ്ങനെ എന്തെങ്കിലും മിസ്സിംഗ് കേസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. എന്നിട്ട് ഞാൻ നിന്നെ നേരിട്ട് വന്ന് കാണാം. അത്രയും നേരം നീ സമാധാനമായിട്ട് ടെൻഷൻ അടിക്കാതിരിക്കേ, ഞാൻ ഉടനെ തന്നെ വരാം. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഫോൺ കട്ടാക്കി. എനിക്ക് അരുണിൻ്റെ സംസാരത്തിൽ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഞാനൊരു കോൺസ്റ്റബിളിനെ വിളിച്ച് അരുൺ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അടുത്ത് 3-4 വർഷങ്ങൾക്ക് മുന്നേ നടന്ന മിസ്സിംഗ് കേസുകളുടെ ഫയലെടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു മിസ്സിംഗ് കേസ് കിട്ടി. അതും ആ ഫ്ലാറ്റിൻ്റെ ഉടമയായ ആള് കൊടുത്ത കേസ്. ആ ഫ്ലാറ്റുകൾ നിർമ്മിക്കുന്ന സമയത്ത് അവിടെ നിന്നും ഒരു സ്ത്രീയെ കാണാതെയായെന്ന്. അവിടെ ദിവസക്കൂലിക്ക് വന്നുകൊണ്ടിരുന്ന സ്ത്രീയായിരുന്നു. അവരെപ്പറ്റി ഒരു വിവരവും പിന്നീട് ലഭിച്ചിട്ടില്ല. ആളുകളപ്പോൾ പറഞ്ഞിരുന്നത് ആരുടെയോ കൂടെ ഒളിച്ചോടി പോയതാണെന്നാണ്. പക്ഷേ ഈ കാര്യം സംഭവിച്ചിട്ട് ഒരുപാട് നാളുകളായി. ഈ അരുണിനെ ഇതിനെപ്പറ്റി എങ്ങനെ അറിയാം? ഞാൻ ആ കേസ് ഫയൽ നന്നായി ഒന്ന് വായിച്ചിട്ട് വീണ്ടും അരുണിനെ ഫോൺ വിളിച്ചു. അരുൺ, ഞാൻ നീ പറഞ്ഞ പോലെ ഒരു കേസ് കണ്ടിരുന്നു. പക്ഷെ നീ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഞാൻ കേസ് എങ്ങനെ എടുക്കും? ഇതെല്ലാം ആരെങ്കിലും വിശ്വസിക്കുമോ? ആ വീട്ടിൽ അന്വേഷണത്തിന് വന്നിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ എനിക്കത് വലിയ പ്രശ്നമായി തീരും. അത് കേട്ട് അരുൺ പറഞ്ഞു, എടാ നീ ഒരു കാര്യം മനസ്സിലാക്ക്. ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് ഞാൻ എന്തിനാ നുണ പറയുന്നത്? പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞതാ ഈ ഫ്ലാറ്റുകൾ പറഞ്ഞ ആള് ആ റൂം വിൽക്കാൻ തയ്യാറല്ല എന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. നിനക്കത് വിചിത്രമായി തോന്നുന്നില്ലേ? അത് കേട്ടപ്പോൾ ഞാൻ അരുണിനോട് പറഞ്ഞു, ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ, എന്തായാലും നമുക്ക് നോക്കാം. അത് പറഞ്ഞ് ഞാൻ ഫോൺ കട്ടാക്കി. പിന്നീട് ഞാൻ ആ ഫ്ലാറ്റിലെ സെക്യൂരിറ്റിയോടും അടുത്തുള്ള കുറച്ച് ആളുകളോടും കാര്യങ്ങൾ അന്വേഷിച്ചു. കുറച്ച് കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. പിന്നെയും എനിക്ക് പല സംശയങ്ങളും വരാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞതും ഞാൻ വാറൻറ്റുമായി ആ ഫ്ലാറ്റിലേക്ക് വന്നു. ഞാൻ ബിൽഡറിന് നോട്ടീസ് കൊടുത്തിരുന്നു ആ ഫ്ലാറ്റിലെ ആ വീട് തുറക്കാൻ വേണ്ടി. അരുൺ പറഞ്ഞതനുസരിച്ച് ഇവിടെ ആ അപകടം സംഭവിച്ചപ്പോൾ ഈ ഫ്ലാറ്റുകൾ പണിയുന്ന സമയമാണ്. ഇപ്പോഴാണെങ്കിലോ എല്ലാം ക്ലിയർ ചെയ്ത് പണിയെല്ലാം തീർത്ത് വൃത്തിയായി കിടക്കുന്നു. ആ റൂമിൻ്റെ അകത്ത് കയറിയപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഞാൻ എന്താണ് ഇവിടെ തിരയുക. അപ്പോഴാണ് അരുൺ ബെഡ്റൂമിലെ ഒരു ചുമരിനെ കുറിച്ച് പറഞ്ഞത്. ഞാൻ ആ ചുമരിൽ ചെന്ന് ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ചു നോക്കി. അങ്ങനെ 2-3 സ്ഥലത്ത് ആ ചുമരിൽ അടിച്ചു നോക്കിയപ്പോൾ ഒരു സ്ഥലത്ത് പൊട്ടിപ്പൊളിഞ്ഞ് കുഴിയായതുപോലെ. ഞാൻ ആ ചുമര് പൊളിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു.
അത് കണ്ടപ്പോൾ ആ ബിൽഡർ വിയർക്കാൻ തുടങ്ങി. അയാളുടെ മുഖഭാവം മാറാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി വിശ്വാസമായി, ഈ ചുമരിൻ്റെ അകത്ത് എന്തോ ഉണ്ടെന്ന്. കുറച്ചു കഴിഞ്ഞതും ചുമരിൻ്റെ പകുതിയോളം പൊളിച്ചു. അത് പൊളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കണ്ട കാഴ്ച എല്ലാവരെയും ഞെട്ടിച്ചു. ചുമരിൻ്റെ ഇടയിലായി കീറിപ്പറഞ്ഞ വസ്ത്രത്തിൽ കുറച്ച് അസ്ഥികൾ കിട്ടി. ഉടനെ തന്നെ ഞങ്ങൾ ആ അസ്ഥികൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയച്ചു. ആ ബിൽഡറെ കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലും ആ ബിൽഡർ അവസാനം പറഞ്ഞു, ഇത് ആ ബിൽഡറിൻ്റെ അനിയനും അവിടെ ഉണ്ടായിരുന്ന സൂപ്പർവൈസറും കൂടി അവിടെ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയോട് ചെയ്ത ക്രൂരതയാണെന്ന്. ആ സ്ത്രീ അവിടെ തന്നെ വെച്ച് കൊല്ലുകയും ചെയ്തു. പോലീസ് കേസിൻ്റെ ഭയത്താൽ അവർ ആ സ്ത്രീയുടെ ശരീരം അടിച്ചൊതുക്കി ആ സ്ത്രീയുടെ ശരീരം ആ ചുമരിൽ ചേർത്ത് വെച്ചു. ബിൽഡർ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മനഃപൂർവ്വം ഇത് മറ്റൊരു രീതിയിലെ കേസാകാതിരിക്കാൻ പോലീസ് സ്റ്റേഷനിൽ ആ സ്ത്രീയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ബിൽഡറിൻ്റെ അനിയനെയും സൂപ്പർവൈസറെയും പോലീസ് കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ചിലപ്പോൾ ഇനി ആ സ്ത്രീയുടെ ആത്മാവിന് ശാന്തി ലഭിച്ചു കാണും. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം അരുണിനെ ഞാൻ വിളിക്കുമ്പോൾ അവനോട് ഞാൻ ആ സ്ത്രീയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പിന്നീട് അവൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല. പിന്നീട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആരതിയും തിരിച്ചു വന്നു. ആരതിയോട് അരുൺ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു. ഇതാണ് ഇന്നത്തെ കഥ. എങ്ങനെയുണ്ട്? എത്രയെത്ര ആത്മാക്കൾ നീതി കിട്ടാതെ അലയുന്നുണ്ടാകും അല്ലേ? ഇതൊക്കെയാണ് ലോകം. എന്തായാലേ വല്ലാത്തൊരു ലോകം. എന്തായാലും കഥയായി മാത്രം എടുക്കുക. ഓക്കെ, ലവ് യു ഓൾ, ബൈ.